നമസ്കാരം. ഓച്ചിറ പരബ്രഹ്മ ഹോസ്പിറ്റലിന് തൊട്ട് തെക്കുവശമായിട്ടുള്ളൊരു ചെറിയ തട്ടുകടയാണ്. ഇവിടെ ദോശ ഓംലെറ്റ് മാത്രമേ ഉള്ളൂ. 2 ദിവസം മുമ്പ് ഒരാൾ എനിക്ക് മെസ്സേജ് അയച്ചാണ്, ഇങ്ങനെ ഒരു കടയുണ്ട്, അവിടെ പോയി ഭക്ഷണം കഴിച്ച് അഭിപ്രായം പറയണം. എന്തായാലും ഇവിടെ വന്നിട്ട് ഭക്ഷണം കഴിച്ചു. ഗംഭീരമായിട്ടുള്ള ഭക്ഷണമായിരുന്നു. ഭക്ഷണം എന്ന് വെച്ചാൽ ദോശയും ചമ്മന്തിയും സാമ്പാറും ഓംലെറ്റ്, വേറൊന്നുമില്ല. 32 വർഷത്തെ പാരമ്പര്യമുള്ള കടയാണ്. അത്രയ്ക്ക് ഫേമസ് ആണ് അവിടെ. ആ ഏരിയയിലൊക്കെ ഫേമസ് ആണ്. പുറത്തോട്ട് വലിയ ഫേമസ് അല്ലെങ്കിലും ആ ഏരിയയിലൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള കടയാണ്. ചൂട് ദോശയും സാമ്പാറും ചമ്മന്തി കിടിലമായിരുന്നു, നല്ലതായിരുന്നു. ഇതുവഴി വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഹൈവേ സൈഡിൽ തന്നെയാണ്. പരബ്രഹ്മ ഹോസ്പിറ്റൽ കഴിഞ്ഞ് കുറച്ച് തെക്കോട്ട് പോകുമ്പോൾ ഹൈവേ സൈഡിൽ കിഴക്കേ സൈഡിലാണ് ഒരു ചെറിയ തട്ടുകട ഉള്ളത്. ഓച്ചിറ പരബ്രഹ്മ ഹോസ്പിറ്റൽ അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഓച്ചിറ പള്ളിമുക്ക് ജംഗ്ഷനിൽ ഇറങ്ങിയിട്ട് ഈ ഒരു കട അവിടെ ചോദിച്ചാൽ മതി, ആൾക്കാർ കാണിച്ചു തരും. ചെറിയൊരു കടയാണ്, പേരും കാര്യങ്ങളൊന്നുമില്ല. ഞങ്ങൾ 6 ദോശയും ഒരു സിംഗിൾ കോഴി ഓംലെറ്റും മേടിച്ചു. എല്ലാം കൂടെ 70 രൂപയായിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഇവിടെ വന്ന് ഫുഡ് കഴിച്ചിട്ടുള്ള ആളാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻ്റായിട്ടും രേഖപ്പെടുത്തണേ. വളരെ ആംബിയൻസ് ഒന്നും പ്രതീക്ഷിച്ചാലും ഇങ്ങോട്ട് വരരുത്. വളരെ ചെറിയൊരു കടയാണ്. കുറഞ്ഞ ആൾക്കാർക്ക് മാത്രമേ അകത്ത് ഇരിക്കാൻ സാധിക്കത്തുള്ളൂ. അതിനുള്ള ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉള്ളൂ. നമ്മൾ ഹൈവേയിലൊക്കെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് കുറഞ്ഞ ചിലവിൽ ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരെ, കുറച്ച് കുറഞ്ഞ ചിലവിൽ നല്ല വൃത്തിയിൽ നല്ല ഭക്ഷണം, സ്വാദിഷ്ടമായ ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ, വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്കൊക്കെ ഈ ഒരു കട ചൂസ് ചെയ്യാവുന്നതാണ്. വെജിറ്റേറിയൻ എന്ന് പറയാൻ പറ്റത്തില്ല. ഇവിടെ മുട്ട ഓംലെറ്റ് ഉണ്ട്. മുട്ട ഓംലെറ്റ് മാത്രമേ ഉള്ളൂ നോൺ വെജിറ്റേറിയൻ ആയിട്ടുള്ളത്. ഇവിടെ ഇത് ഒത്തിരി വർഷമായിട്ടുള്ള കടയാണ്. എത്ര വർഷമായിരിക്കും? അച്ഛൻ കൂടെ ഇരുന്നാണ്.